ഗൈസ് ഇന്നലെ വന്നിട്ടുള്ളൊരു വാർത്തയാണ് AFF ഒരു കൊമേഴ്ഷ്യൽ എഗ്രിമെൻറ്റ് സ്ട്രാച്ചി സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പുമായിട്ട് ഒപ്പുവെക്കുന്നു എന്നുള്ള തരത്തിൽ. അപ്പോൾ ഈ ഒരു സ്ട്രാച്ചി ഗ്രൂപ്പിൻ്റെ SSCN എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് വഴിയായിരുന്നു നമുക്ക് ഐ ലീഗിൻ്റെ മത്സരങ്ങളൊക്കെ വീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പൊരു വീഡിയോ സംസാരിച്ചതുമാണ്. കാരണം ഇതൊരു ബംഗാളി ബേസ് ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഇവർക്ക് മുഹമ്മദനിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം പല കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബംഗാളി കേന്ദ്രീകൃതമായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നു എന്നുള്ളൊരു ഡിസ്കഷൻ വന്നതാണ്. സോ അതിന് പുറമെ നമുക്ക് മറ്റു ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതാണെങ്കിലും ഈ ഒരു ഗ്രൂപ്പും ISL ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് അവർ ഇതിൻ്റെയും ISLൻ്റെയും കൊമേഴ്ഷ്യൽ റൈറ്റ്സ് ഒക്കെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് വരുമെന്നുള്ള ചില വാർത്തകളൊക്കെ മുമ്പ് വന്നിരുന്നു. റൂമേഴ്സ് എന്ന നിലയിലൊക്കെ വന്നതാണ്. സോ ഇപ്പം ഇവർ ഈ ഒരു ഐ ലീഗ് പോലെയുള്ള മേഖലയിലേക്ക് വരുന്നു. എന്താണെങ്കിലും ഐ ലീഗ് മാത്രമല്ല, ഐ ലീഗിന് പുറമെ IWL, ഐ ലീഗ് 2, അതുപോലെ സന്തോഷ് ട്രോഫി, അതുപോലെ വുമൻസ് സീനിയർ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയിട്ടുള്ള കുറച്ചധികം മത്സരങ്ങൾ ഇവർ പ്രൊഡക്ഷൻ നടത്തും, അല്ലെങ്കിൽ ആ ഒരു ആപ്പ് വഴിയൊക്കെ സ്ട്രീമിംഗ് നടത്തുക എന്നുള്ളതാണ്. ഏതാണ്ട് 338 മത്സരങ്ങളാണ് ഇവർ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ 132 ഐ ലീഗ് മാച്ചസിൽ 110 മാച്ചസും ഇവർ നടത്തും. അതുപോലെ തന്നെ ഇവർ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്, ഓൺലൈനായിട്ടുള്ള. അപ്പം ഇതിൻ്റെ ഒരു ടെലികാസ്റ്റിംഗ് പരിപാടികൾ സോണി നെറ്റ്വർക്ക് വഴി, അതായത് ഐ ലീഗിൻ്റെ ടെലികാസ്റ്റിംഗ് ഇത് സോണി നെറ്റ്വർക്ക് വഴിയും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു ആപ്പ് വഴിയാണ് ഇതിൻ്റെ ഒരു സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഒരു അത്ര വലിയ അഭിപ്രായമായിരുന്നില്ല ഇനിഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇതൊരു പുതിയ ആപ്പാണ്, എത്രത്തോളം ആളുകളിലേക്ക് ഇത് എത്തും എന്നുള്ളൊരു കാര്യമാണ്. ഒന്നാമത് ഐ ലീഗിൻ്റെ പലമാതിരി പ്രശ്നങ്ങളുണ്ട് ആളുകളിലേക്ക് എത്താം. അതുപോലെ തന്നെ ഒരു പെയ്ഡ് ആപ്പാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ട്രീമിംഗ് ക്വാളിറ്റിയെ പറ്റിയും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഐ ലീഗ് കുറച്ചധികം ഇപ്പം മിക്ക ടീമുകൾ 2 മാച്ചസൊക്കെ കളിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ മാച്ചസൊക്കെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട്, ഞാനിപ്പോൾ ഒരുവിധം എല്ലാ മാച്ചിൻ്റെ ഹൈലൈറ്റ്സും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സോ ചില ഗ്രൗണ്ട്സിലെ മാച്ചസ് കാണാൻ ഭയങ്കര ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പം കഴിഞ്ഞ സീസണിലെയൊക്കെ മാച്ചസൊക്കെ വെച്ച് നോക്കുന്നൊരു സമയത്ത് നല്ല രീതിയിലുള്ളൊരു ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇൻ്റർ കാശിയുടെ മത്സരങ്ങൾ നടക്കുന്നത് കല്യാണി സ്റ്റേഡിയത്തിലാണ്. എനിക്ക് ആ ഒരു സ്റ്റേഡിയത്തിലെ മാച്ചാണ് വളരെ നല്ലൊരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ ചില ഇപ്പം ഡക്കാൻ അരീന ആണെങ്കിലും, ഇപ്പം നാംദാരിയുടെ ആ സ്റ്റേഡിയം ഒക്കെ ആണെങ്കിലും അങ്ങനെ ഒരു മികച്ച ഒരു ക്യാമറ ആംഗിൾ വെക്കാൻ പോലെയുള്ള അത്ര വലിയൊരു ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അപ്പം അതിന് ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ്, ഇപ്പം പലയിടത്തും ഫ്ലഡ് ലൈറ്റ്സ് ഒന്നും ഹൈ ക്വാളിറ്റി അല്ല. അപ്പം അതിനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഐസ്വാൾ സ്റ്റേഡിയം ആണെങ്കിലും അല്ലെങ്കിൽ ഷില്ലോങ്ങിൻ്റെ സ്റ്റേഡിയം ഒക്കെ ആണെങ്കിലും സോ അവരുടെ ഫ്ലഡ് ലൈറ്റ്സ് ഒന്നും ഹൈ ക്വാളിറ്റി അല്ല. പക്ഷേ അവരുടെ മാച്ചസൊക്കെ എനിക്കൊന്ന് ഡേ ഒരു ലൈറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു നല്ല ക്വാളിറ്റിയിൽ ഒരു സ്ട്രീമിംഗ് കാണാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ച് ഡക്കാൻ അരീനയിൽ വെച്ച് നടന്ന മത്സരം ഞാൻ കണ്ടൊരു സമയത്ത്, ആ ഗോകുലത്തിൻ്റെ മാച്ച്, ആ ഒരു മാച്ച് കണ്ടൊരു സമയത്ത് ഏതോ ഒരു വില്ലേജിൽ ഒരു ലോ ലൈറ്റിലൊക്കെ നടക്കുന്ന ഒരു കളി പോലെയാണ് ഫീൽ ചെയ്തത്. അത് ഒരു സ്ട്രീമിംഗ് ക്വാളിറ്റി പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഫ്ലഡ് ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് എന്നുള്ളതാണ്. അപ്പം ഇതുപോലത്തെ ഫ്ലഡ് ലൈറ്റ് ഇഷ്യൂസൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടി വൈകുന്നേരങ്ങൾ ഈവനിങ്സിലൊക്കെ മാച്ചസ് നടത്തിയാൽ നന്നായിരിക്കും. അതുപോലെ നല്ല ഇപ്പം ഇനി കാലിക്കറ്റ് ഇന്ന് മത്സരം വരാനുണ്ട് ഗോകുലത്തിൻ്റെ. അപ്പം ആ ഒരു മാച്ചസൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടത്തേക്ക് അത്യാവശ്യം ഇപ്പം ഫ്ലഡ് ലൈറ്റിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരം മാച്ചസൊക്കെ അവിടെ വെച്ച് നടത്തി കഴിഞ്ഞാലും നമുക്കൊരു നല്ലൊരു വിഷ്വലി നല്ല ഫീലായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഞാനിതിപ്പം ജസ്റ്റ് പറഞ്ഞല്ലോ, നമ്മൾ പുതിയ സ്ഥലത്ത് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് വരികയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് തീർച്ചയായിട്ടും പറയുക. പിന്നെ ഒരുപാട് പേര് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തൊരു സമയത്ത് പലരും ഇപ്പം സൗദിയിലേക്ക് ഇത്രയും ആളുകളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് പേര് കമൻസിലും അല്ലെങ്കിൽ പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് സ്ഥലത്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹുറൈമില എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത്. അപ്പം ആ പരിസരത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമൻറ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ സെൻഡ്